ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ആണെങ്കിൽ ഇച്ചിരി ചെറുപയർ പുഴുങ്ങാമെന്ന് വിചാരിക്കുക. ചെറുപയർ പുഴുങ്ങിയതും പിന്നെ നമുക്ക് എന്നിട്ട് ഇച്ചിരി പുട്ടും ഉണ്ടാക്കാം. അരി വെള്ളത്തിൽ കിടക്കുന്നു. അരി എല്ലാം ഇനി എടുത്ത് റെഡിയാക്കണം. എന്നിട്ട് നമുക്ക് ഇച്ചിരി പുട്ടുണ്ടാക്കാം. പിന്നെ ഞാനിച്ചിരി പിന്നെ ഇട്ടേക്കുന്ന അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് വെക്കുന്ന കുത്തരി ഉണ്ടല്ലോ, അതാ ഞാൻ വെള്ളത്തിലിട്ടേക്കുന്നത്. ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് അജുവിന് ഇന്ന് ഇച്ചിരി പുട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വൈകിട്ട് വെള്ളത്തിലിട്ടേക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് കഴുകി എല്ലാം ഇടഞ്ഞൊന്ന് വാരി വെച്ച് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് പൊടിച്ചങ്ങ് എടുക്കാം. പിന്നെ നമുക്കിത് വറക്കും എടുക്കുകയൊന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞായറാഴ്ച ദിവസമൊക്കെയാണ് അജുമോൻ ഇതുപോലെ പറയുന്നത്. അവനിങ്ങനെ എന്തെങ്കിലും വേണമെന്ന്. അല്ലാത്ത ദിവസമൊന്നും ഇപ്പം പറയത്തില്ല. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. നേരത്തെ എന്നും ദോശയോ അപ്പമോ ഇതുപോലെ കൂടുതൽ ദിവസം പുട്ടോ അല്ലെങ്കിൽ നീർദോശ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആയിരുന്നു ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെയായിരുന്നു കഴിക്കുന്നത്. ഇപ്പം അത് മാറിയിട്ട് ഇപ്പം നല്ല ചൂട് ചോറും പിന്നെ ചമ്മന്തി, മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനാണ് ഇഷ്ടം ഇന്ന് രാവിലെ. ഇപ്പം അതാണ് വേണ്ടുന്നത്. അമ്മച്ചി വേറെ ഒന്നും ഉണ്ടാക്കണ്ട, എനിക്കത് മതിയെന്ന് പറയും. എന്നിട്ട് ഞാൻ അരിയെല്ലാം കഴുകി ഇടഞ്ഞു വാരി പിന്നെ കണ്ണാപ്പ പാത്രത്തിൽ വെച്ചേക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അത് തോർന്ന് കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയോ ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞങ്ങ് ഇതാവണ്ട. ഒരു 2 കറക്ക് കറക്കുമ്പോഴത്തേനും അതങ്ങ് നല്ലതായിട്ടങ്ങ് പൊടിഞ്ഞ് വരും. അത് നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് പിന്നെ എടുത്ത് വെച്ചാൽ മതി. അതിനകത്ത് പിന്നെ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പെട്ടെന്നാണ് ഇത് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാൻ. ഞാനിപ്പോൾ എന്താണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അരി. ഇതൊന്ന് പൊടിച്ച് നമുക്ക് എടുക്കാം. ഇതെല്ലാം തോർന്ന് നല്ല വൃത്തിയായിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പൊടിച്ച് അന്നേരം പൊടിച്ച് കൊണ്ടുവന്ന് ഇടുന്നു. കുറച്ച് പൊടിച്ച് ഇനി ബാക്കി ഇവിടെ പൊടിക്കാനിരിക്കുന്നു. കണ്ടോ നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നോക്കിയേ, കണ്ടോ, വെള്ളമൊന്നും ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ബാക്കിയും കൂടെ ഞാൻ പൊടിച്ചെടുക്കട്ടെ. ബാക്കിയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പെട്ടെന്നാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും വേണ്ട. പെട്ടെന്ന് പൊടിയും. കാരണം ഇത് നമ്മൾ തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണല്ലോ. വൈകിട്ട് വെള്ളത്തിലിട്ട് രാത്രി 8 മണിക്കൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് കുതിർന്നിരിക്കും. അല്ലെ 9 മണിക്കോ 10 മണിക്കോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് കുതിർന്നിരിക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴേ കഴുകി വാരി അങ്ങ് വെച്ചാൽ മതി. വെച്ച് അതിൻ്റെ വെള്ളം തോർന്ന് കഴിയുമ്പം അത് എടുത്ത് ഇതുപോലെ പൊടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കാര്യം. കണ്ടോ നല്ല ഇതായിട്ടിരിക്കുക. ഇനി ഒന്നും വറുത്ത് ഇതാക്കേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യുക. ഇത് വറക്കേണ്ടെന്ന് ഒരു ആവശ്യമില്ല. അഥവാ നമുക്ക് നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്ത് വറുത്തിട്ട് നമുക്ക് പിന്നെ തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഒരു പാത്രത്തിനകത്ത് ഇട്ട് അടച്ച് വെച്ചേക്കാം. അടുത്ത ദിവസം എടുത്ത് നമുക്ക് അന്നേരം ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ആവശ്യത്തിനൊന്ന് വെള്ളം നോക്കി ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്കിത് പിന്നെ നനച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ അജിക്കുട്ടനാണെങ്കിൽ ഇപ്പം രാവിലെ ക്ലാസ് ഉള്ളത് കൊണ്ടും 9 മണിക്കുമൊക്കെ ക്ലാസ് തുടങ്ങുന്നത് കൊണ്ടും ഒക്കെ അവൻ പിന്നെ വൈകിട്ട് അവൻ ഇതുപോലെ പപ്പടം കൊടുക്കാനും ഒക്കെ പോകുന്നതുകൊണ്ട് അജുമോൻ ഇച്ചിരി പ്രയാസമാണ്. പിന്നെ അതുകൊണ്ട് അവൻ ഇപ്പം രാവിലെ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും വെട്ടാറില്ല. വല്ലപ്പോഴും ഒക്കെയാണ് കുഞ്ഞ് വെട്ടുന്നത്. അപ്പം ഇന്നലെ വെട്ടിയായിരുന്നു. മൊത്തം വെട്ടിയില്ല, കുറച്ചേ വെട്ടിയുള്ളൂ. അപ്പം ഒരുപാട് നാളുകൊണ്ട് കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞ്, മോനെ ആവുമെന്ന് ഇന്നുകൂടെ ഒന്ന് വെട്ടിയിടാമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ്. അവനത് ഇഷ്ടവും കൂടെ. അപ്പം പിന്നെ അന്നേരം അവൻ ഇന്നലെ വെട്ടിയവൻ ഇന്നുകൂടെ ഒന്ന് വെട്ടുവോ, അവിടുത്തെ ഒട്ടുവള്ളിയും പിന്നെ ഒട്ടുകറയൊക്കെ എടുക്കുകയോ എല്ലാം കൂടെ ചെയ്യുവാന്നേ. കാപ്പിക്കുരു ഇപ്പം കുഞ്ഞ് വന്ന് നിൽക്കുന്നു. അവൻ വെട്ടുക. ഞാൻ അവനെ എപ്പോഴും കാണത്തില്ലല്ലോ. കൂടെയൊക്കെ എടുക്കാം. ഉണ്ട്. അത് വെട്ടിയിട്ട് അതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ കളയരുത്. അന്നേരം തന്നെ അത് പറക്കി ഇട്ടുകൊണ്ട് വരണം. അച്ചാച്ചനാണെങ്കിൽ ഒരു പൊടി പോലും കളയത്തില്ല. അജു വെട്ടി അതിൻ്റെ ചവിട്ടിലൊക്കെ ഇട്ടേക്കും. അതിനൊക്കെയാണ് അച്ചാച്ചനീ വരുന്നത്. അപ്പോൾ എന്നിട്ട് ഉച്ചയും കുത്തി വീഴാൻ.
മുറുക്കി പിടിച്ചോണ്ടൊന്നും വേണേ, കൈവിട്ടുള്ള കളി ഇതേ നിന്ന് ചെയ്യരുത്. ആകാശത്ത് വരെ ഒരു മനുഷ്യരും ഇങ്ങനൊന്നും കയറി നിന്ന് വെട്ടത്തില്ല. ഈ എന്തു പറയുന്നത്, ഈ ടാപ്പിങ്ങുകാർ പോലും ഇങ്ങനെ വെട്ടത്തില്ല. അജു എവിടെ വരെ വേണേലും കയറിപ്പോൾ അജു പറയുന്നത് ഇതിലും നീളമുള്ള ഏണി മേടിച്ചിട്ട് അങ്ങ് മേളിലോട്ട് പോകണമെന്നുള്ളത് അജുവിൻ്റെ ആഗ്രഹം. എത്രത്തോളം വെട്ടാമോ അതിൻ്റെ ഇല വരെ വെട്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ വെട്ടുന്നത് അജു. കണ്ട അജുമോൻ വെട്ടുന്നത്. ഏണി മാറ്റി വെച്ചിട്ട് അജുമോൻ ഇപ്പുറത്തൂടെ കയറി അതിൻ്റെ ബാക്കി വെട്ടാനുള്ളത് വെട്ടി. വേറെ വല്ല മനുഷ്യർ വന്ന് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇട്ടറിഞ്ഞിട്ട് പാട്ടിന് പോകത്തേ ഉള്ളൂ. വെട്ടുക. കുഞ്ഞ് ഒരു മരം വെട്ടി അത് നോക്കി നിൽക്കുക. എനിക്കാണെങ്കിൽ ഞാൻ വന്ന് കറയെടുക്കാൻ വരുമ്പം പിന്നെ അത് കുഴപ്പമില്ല. ഞാൻ വന്ന് കറയെടുക്കാൻ വരുന്ന സമയത്ത് ഞാനാ വരുന്നതെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ഇതിൻ്റെ ഒന്നും എടുക്കാനൊക്കത്തില്ല. ഇത്ര എത്തിയിട്ട് ഇത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പോവും. അതുപോലെ ഇതിൻ്റെ ചിരട്ട പൊട്ടിയതാണെങ്കിൽ എടുത്ത് മാറ്റിക്കണം. നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പൊട്ടിയ സൈഡിൽ കൂടെ എല്ലാം കൂടെ മൊത്തം വീഴും. ഇന്നലെ എൻ്റെ ഉടുപ്പേ കൂടെ മഴ പെയ്തപ്പോൾ ആകെയും പോകുകയും എനിക്ക് വിഷമം കൊണ്ട് വയ്യ. ഞാൻ പറയാം ആകെയും പോകുകയും 2-3 ഉടുപ്പേ ഉള്ളൂ. അത് നശിപ്പിച്ച് കളയാനായിട്ടൊന്ന് വയ്യാത്തതും കൊണ്ട് പാടും കൂടെ. നേരത്തെ ഞങ്ങൾ ഇഷ്ടംപോലെ കറയൊക്കെ എടുക്കാൻ അജുവിൻ്റെ പ്രായത്തിലൊന്നുമല്ല, അതിന് മുമ്പ് പോലെ ഞങ്ങൾ കറയെടുപ്പും ഷീറ്റടിക്കുകയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പിള്ളേരായിരുന്നു. ഞങ്ങളന്ന് ഞങ്ങളുടെ അവിടങ്ങളിൽ പിന്നെ കഷ്ടപ്പെടുന്ന പിള്ളേർ ഞങ്ങളേ ഉള്ളായിരുന്നു. അത്രയും കഷ്ടപ്പെടുന്ന പിള്ളേർ. ബാക്കി പിള്ളേരൊക്കെ സ്കൂളിൽ പോവുകയും ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള പിള്ളേരൊന്നും ഇതുപോലെ കറയെടുക്കുകയോ പിന്നെ ഷീറ്റ് അടിക്കുകയോ ഒന്നും ചെയ്യുമല്ലായിരുന്നു. ഞങ്ങളൊക്കെ അന്നേരം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയി കറയെടുക്കണം. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഷീറ്റ് അടിക്കാൻ പോകണം, പോച്ചയ്ക്ക് പോകണം, പാലും കൊണ്ട് പോകണം. എന്തെല്ലാം ചെയ്യുമായിരുന്നു, എന്തെല്ലാം ചെയ്താലും ചെയ്തെന്ന് പറയൂ. അല്ലെങ്കിൽ എൻ്റെ ആ ഏജിലൊക്കെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറ. പശുവുണ്ട്. ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ പിന്നെ ചാണകമെല്ലാം വാരി ഞങ്ങൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരുവത്തിനകത്തായിരുന്നു. നമ്മൾ ആ പശുവിന് വെള്ളം കൊടുക്കുന്ന ചരുവം കിഴിഞ്ഞ് കഴിയുമ്പോൾ അതുപോലത്തെ വലിയ ചരുവം, ആ ചരുവത്തിനകത്ത് ചാണകം കോരി അങ്ങോട്ട് വെക്കും. ആ ചാണകം കൊണ്ടുവന്ന് പറയുന്ന ഓരോ ചേമ്പിൻ്റെ ചവിട്ടിലും ചേനച്ചവിട്ടിലും ഒന്നും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റബ്ബറിൻ്റെ ചവിട്ടി ഇന്നടത്ത് കൊണ്ടിടാൻ പറഞ്ഞാൽ അവിടെ കൊണ്ടിട്ടോണം. ഇട്ടില്ലെങ്കിൽ അടിയ. കണിശമായിട്ട് ഇടും. ഒറ്റ വിളിക്കുമ്പോഴത്തേന് ചാണകക്കൊട്ട എടുത്ത് തല വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞ്. അല്ലെങ്കിൽ അടിയല്ലേ. ഏതൊരു വിളി കേൾക്കും, ആ വിളിയുടെ ട്യൂണ് കേൾക്കുമ്പോൾ നമുക്കറിയാം പണി പാളുമെന്നുള്ളത്. അപ്പോഴേ എടുത്തോണ്ട് ഓടും. അല്ലേ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജുവിനൊന്നും ഞാൻ അടി കൊടുത്തിട്ടില്ല. അജുവിനെ ഞാൻ അടിച്ചിട്ടേ ഇല്ലെന്ന് വേണേൽ പറയാം. പറഞ്ഞാൽ അനുസരിക്കാത്തപ്പോൾ ചിലപ്പോഴൊക്കെ ഇട്ട് 2-3 തട്ടൊക്കെ കൊടുക്കുമെന്നല്ല. എന്ത് ചൊറിയുന്നേ മോനെ. ഞാനാണെങ്കിൽ ഇഡലി പാത്രത്തിനകത്ത് ഇന്ന് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അജുമോന് പോണ്ടുന്നത് കൊണ്ട് ഞാൻ ആദ്യം കുറച്ച് പിന്നെ തേങ്ങ ഇട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഇത് പുട്ടുപൊടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് തേങ്ങായും ഇട്ട് പുട്ടുപൊടി ഇട്ട് പിന്നെ തേങ്ങ ഇട്ട് ഇങ്ങനെ വെച്ചേക്കുക. അജു ഇച്ചിരി കറയെടുക്കാൻ പോയേക്കുമായിരുന്നു. വന്ന് പപ്പടം പൊള്ളിച്ച് കണ്ട് ഇവിടെ വെച്ചേക്കുന്നു. പയറ് വെന്ത് കണ്ട് ഇവിടെ ഇരിക്കുന്നു. ഇല്ലയോ? അതാ ഞാൻ പറഞ്ഞത് നേരത്തെ എടുക്കാൻ. പിന്നെ ചണ്ടിയാണെന്ന്, പാല് ഇല്ലെന്നെല്ലാം ചണ്ടിയായി പോയെന്ന് പറയുന്നു. അതുകൊണ്ട് പയറ് വെന്തിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ തിന്നാൻ നല്ലതാണ്. ഞങ്ങൾക്ക് കൊച്ചുനാളിലൊക്കെ ഇങ്ങനെ അമ്മച്ചി ഞായറാഴ്ച ദിവസം നമ്മുടെ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസം എന്നും ദോശയായിരുന്നേ. പിന്നെ അജുമോനാണെങ്കിൽ രാവിലെ ഷീറ്റ് അടിച്ച് കൊണ്ടുവന്ന് ഇട്ട് കാണത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കത്തേ ഉള്ളൂ. ഇത് ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് വെക്കണം. ഇന്നലത്തെ ഷീറ്റ് കേട്ടോ, ഇന്നലെ വെട്ടിയതിൻ്റെ ഒരു കുഞ്ഞു ഷീറ്റും ഒരു നല്ല ഷീറ്റും ഉണ്ട്. ഇന്നലെ കുറച്ചേ വെട്ടിയുള്ളായിരുന്നു. ഇന്നും ആ ശനി ഞായറും ഇപ്പം വെട്ടുന്നത്. ഇന്നും കൂടെ കുഞ്ഞ് വെട്ടിയിട്ടുണ്ട് കുറച്ച്. അവിടെ തന്നെയാണ് വെട്ടിയേക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നും അവിടെ വെട്ടിയിട്ടുള്ളൂ.
അപ്പോൾ അരി അടപ്പയിലിട്ടേക്കുന്നു. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി ഒന്ന് വെന്താ കുഞ്ഞിനത് കഴിച്ചിട്ട് പോവാം. അച്ചാച്ചനന്ന് ചായ പോലും കുടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എനിക്കങ്ങനെ പറഞ്ഞില്ലേ പറ്റത്തില്ല. ഇന്നത്തെ കാര്യങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് നടന്നു പോയി അതിലേക്കൂടെ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അജു അങ്ങ് പോയി. അജു അങ്ങോട്ട് നടന്നു പോയി. അജുവിന് എന്തോ സാധനം മേലെ കടയിൽ നിന്ന് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അജു പോയേക്കുക. ഇവനെ ഇവിടോട്ട് നിർത്തിയിരുന്ന് ഇവനെ നമ്മൾ വിളിക്കുന്നത് എന്ത് ഒട്ടകപ്പക്ഷി. ഇവനായിരുന്നു ആ കരിങ്കോഴിയിൽ ഏറ്റവും വലിയ കുട്ടനെ. അപ്പുറത്ത് നിർത്തി അവൻ അവിടെ നിൽക്കുമ്പം അവരെല്ലാവരും കൂടെ നിന്ന് തിന്നുമ്പോൾ ഇവനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇപ്പുറത്ത് നിർത്തുവാണെങ്കിൽ ആ വെള്ളക്കോഴിയാണെങ്കിൽ ഇവനെ കൊത്തുന്നത് കൊണ്ട് ഞാനെന്ത് ചെയ്തു, ആ വെള്ളക്കോഴിയെ കുറച്ച് കോഴികളെയും കൂടെ വിട്ടപ്പം അവരവിടെ നിന്ന് തിന്നുവാ. വെള്ളക്കോഴിയൊക്കെ അവിടെ നിന്ന് തിന്നുവാ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വയറ് നിറച്ച് അരി വാരിയിട്ട് കൊടുത്ത് ഇവൻ വയറ് നിറച്ച് തിന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ കുറച്ച് ദിവസം നിൽക്കുമെങ്കിൽ ഇവനങ്ങ് നല്ലതാവും. വേറെ ഒരു കറുത്ത കോഴി എപ്പോഴും ഇവിടെ നിൽക്കുമല്ലോ, കരിങ്കോഴി. അവനാണെങ്കിൽ അങ്ങ് തീറ്റി കിട്ടാതെ അവനങ്ങ് ചാവാനായ പോലെ ആയായിരുന്നു. എല്ലാം കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് തീറ്റി കിട്ടത്തില്ല. അങ്ങനെ അവനിപ്പം ഇപ്പുറത്ത് നിന്നിട്ട് ഇപ്പോൾ അവൻ എല്ലാവരെയും കൊത്തും. ഈ വെള്ളയും കൊത്തത്തില്ല, ഇവനെ ഒട്ടകപ്പക്ഷിയും കൊത്തത്തില്ല, ബാക്കി എല്ലാവരെയും കൊത്തും. അതുകൊണ്ട് അവനിപ്പം തിന്ന് നല്ല മിടുക്കനായി. ഇവനെ ഇനി ഇപ്പുറത്ത് നിർത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെ ഇപ്പുറത്ത് നിർത്തുന്നതിൻ്റെ പ്രത്യാഘാതം എന്തുവാണെന്ന് മനസ്സിലായോ? ഉള്ള ചേമ്പ് മുഴുവൻ കൊത്തിപ്പറിച്ച് മൊത്തം തിന്നുകണ്ടോ, എല്ലാം കൊത്തിപ്പറിച്ച് തിന്നിട്ടേക്കുക. ഇനി ഇല്ല, അതുകൊണ്ട് ചേമ്പ് കാണത്തില്ല. ചേമ്പിന് മണ്ണ് കൂട്ടിയിട്ടില്ല കേട്ടോ, കുറച്ചെണ്ണത്തിന് മാത്രം മണ്ണ് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ണ് കൂട്ടിയിട്ട് എന്തിനാണെന്ന് ഞാൻ ഓർക്കുക. എന്നാൽ ഇതുങ്ങൾ തിന്നുക. ഇതുങ്ങളെയല്ലേ അപ്പുറത്തെ കൂട്ടിൽ തന്നെ പിടിച്ചിടണം. വെളിയിറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഭീഷണിയാണ് ഇവിടോട്ട് നിർത്തിക്കഴിഞ്ഞ്. ചച്ചൻ തിന്നാൻ വന്നിരുന്നു. ഗുളികയും കഴിച്ചിട്ട് ചച്ചൻ അതിനകത്ത് കൈയൊക്കെ ഇട്ടു. അതാണ്ട് പയറ്, പിന്നെ പഴമുണ്ട് 2-3 ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് അതിൻ്റെ കളറ് മാറിയിരിക്കുന്നുണ്ട്. പിന്നെ പപ്പടവും ചെറുപയറും പിന്നെ പുട്ടും പഴവും ഉണ്ട്. ചച്ചന് പഴം വേണമെങ്കിൽ പഴവും കഴിക്കട്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതാണ്ടിരിക്കുന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ നേരെ മുമ്പശത്തോട്ട് എടുത്ത് വെക്കി. ചരിഞ്ഞിരിക്കുന്നത് എന്തിനാ? ഇങ്ങനല്ലേ വെക്കേണ്ടുന്നത്? ഇവിടെ ഇരുന്ന് തിന്നത്തില്ലയോ? ഇപ്പോൾ ഇതാണ്ടേ, ഇപ്പോൾ നമ്മുടെ അജിക്കുട്ടനുണ്ട്. എൻ്റെ മുട്ടയൊക്കെ പൊളിക്കുന്നു. അപ്പോൾ അവന് മുട്ടയും വേണമെന്ന് പറഞ്ഞ് മുട്ടയൊക്കെ പൊളിച്ച് പുഴുങ്ങിയതാണ്. അതും പിന്നെ അതാണ്ട് പയറും പപ്പടവും പിന്നെ പഴം ഉണ്ടെങ്കിൽ പഴവും ഉണ്ട്, വേണമെങ്കിൽ എടുക്കട്ടെ. പിന്നെ അതാണ്ട് നിൽക്കുന്നു. ഒരു മുട്ട അച്ചാച്ചനോട് കൊടുക്കുമോനെ. അങ്ങനെ ഇത് ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് മോൻ്റേതാ കേട്ടോ, കൊണ്ടുവച്ച് തിന്നു. ഇതിനകത്ത് പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ലതാ അജു കേട്ടോ. അച്ചാച്ചന് ഞാൻ പഞ്ചസാര കൊടുക്കത്തില്ല. അച്ചാച്ചന് പഴവും കൊടുക്കരുത്. അച്ചാച്ചൻ നല്ല പഴവും പഞ്ചസാരയും പപ്പടവും പയറും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി തിന്നുന്നു. കണ്ടിരിക്കുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചേക്ക് വരുന്ന പഴമെല്ലാം അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കുക. വേണ്ടുന്നവർക്ക് തിന്നാം, വേണ്ടെങ്കിൽ പിന്നെ കോഴിക്കൊക്കെ കൊടുക്കുക. അപ്പം അജു സ്പെഷ്യൽ എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, വൈൻഡപ്പ് ചെയ്തേ, പറ, ഇങ്ങോട്ട് നോക്കി പറ. അജു അങ്ങനെയൊക്കെ പറയുന്നത് എന്താ നിങ്ങൾക്കറിയാമല്ലോ. അജുവിൻ്റെ പിന്നെ ചാനലിനകത്ത് നല്ലപോലെ പറയും. വേറെ ഓരോരുത്തരുടെ ചാനലിനകത്തൊക്കെ കയറി നല്ല രീതിയിൽ പറയും. ഇതിനകത്ത് മാത്രമേ ഉള്ളൂ അജു പറയാത്തത് കേട്ടോ. താങ്ക് യു. ഇത് നമ്മുടെ എൻ്റെ കൊച്ചപ്പച്ചിയുടെ മോളാണേ. അച്ചാച്ചന് ചെവി കേൾക്കാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക. അക്കയുടെ മൂത്ത മോൻ്റെ കല്യാണം വിളിക്കാൻ ഇങ്ങോട്ട് വന്നേക്കുവോ. രണ്ടാമത്തെ വീട് ഇവിടെ കേട്ടോ. അച്ചാച്ചനോടാ അക്ക പറഞ്ഞേക്കുന്നത്. ഞാൻ വിശ്വസിച്ചു. സത്യം സത്യദേവനാണ് സത്യം അങ്ങനെ പറഞ്ഞു. അണ്ണൻ വെളിയിൽ നിൽക്കുക. അണ്ണൻ പോവാനായിട്ട് ധൃതി പിടിച്ച് നിൽക്കുക. അതിലേക്കൂടെ കാണിച്ച അണ്ണനെ മുഖം ശരിക്ക് കാണത്തില്ല കേട്ടോ.
അണ്ണനെ പത്തനംതിട്ട മനോരമയിലാണ് അണ്ണനിപ്പോൾ ജോലി ചെയ്യുന്നത്. മനോരമ പത്രമാണല്ലോ നജു കാണാനിരിക്കുന്നത്. ബിനിലണ്ണനാ. ആരെങ്കിലും പത്തനംതിട്ട വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്നൊന്ന് പറയണം കേട്ടോ. സൈതക്കയൊക്കെ വന്നിട്ടൊന്നും തിന്നുകയും കുടിക്കുകയോ ഒന്നും ചെയ്തില്ല. അജു വന്നാൽ പപ്പടക്കച്ചവടവും കഴിഞ്ഞിട്ട് വന്ന് തിന്നാൻ ചോറൊക്കെ ഇതുകൊണ്ട് വിളമ്പി വെച്ചേക്കുന്നു. അവർ വന്ന് നിന്ന പോലും ഇല്ല. അപ്പോഴേ പോകും. അണ്ണൻ ഭയങ്കര ടെൻഷനാണ് പെട്ടെന്ന് പോവാനായിട്ടാണ്. ആദ്യത്തെ കല്യാണം. അതെ, സൈതക്കെ ഇങ്ങ് ക്ഷീണിച്ചൊക്കെ വണ്ണം എല്ലാം പോയി കണ്ടോ. ഞങ്ങളൊക്കെ ഒരുപോലായിരുന്നു. അത് ചെയ്യാൻ